അല്ല, ഞങ്ങൾ ഇന്നലെ റിമിറ്റോയുടെ പ്രോഗ്രാമിന് പോയി, അതിന്റെ കാണാനുണ്ട് എന്ന് അപ്പുറത്തെ ആള് പറയുന്നത് കേൾക്കണം. അപ്പൊ ഓക്കെ അല്ലേ? പർദീസിലോട്ട് കൊണ്ടോട്ടെ ഞാൻ നിങ്ങൾ? ഈ കണ്ടോണം കരുനാഗപ്പള്ളി ഇളകാൻ പോകണം ഇവരുടെ ഡാൻസ്. എന്റെ അല്ലേ ഇവരുടെ ഒന്നാമത് ഒരു ലൈഫേ ഉള്ളൂ. സാരമില്ല, അതിനിപ്പോ നമ്മൾ ഈ പാട്ടും പാടി നമുക്ക് വിഷമിച്ച് നിന്ന് പോയി കിടന്ന് കരയരുത് കേട്ടോ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാണ്. അടിപൊളി. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി കൺമണി അൻപോട് കാതലല്ലാതെ കൺമണി കുണ്ടിട്ട് സത്യമാവാനിന്റെ സത്യമേ ഒന്നിനെ കാതലും മാറ്റി കൊണ്ടത് അവനെഴുതലിക്ക് ഓ കൺമണി അൻപോട് കാതലല്ലാതെ കൺമണി വീട്ടിൽ സത്യമാവാനിന്റെ സത്യമേ. അഭിരാമിയെ താലാട്ടും சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா, சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே ലാലി ലാലിയേ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാണ്. നമ്മുടെ കീബോർഡിൽ ലിജോയ്ക്ക് ഒരു ഉഗ്രം കൈയടി. ഇവരൊക്കെ തന്നെ വലിയ സിംഗേഴ്സ് ആണ്, പക്ഷെ അവസരം കിട്ടുന്നില്ല എന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. ഇനി ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നല്ലേ? ശരി, ഞാനിവിടെ ഒരു കുഞ്ഞി പർദീസയാക്കാൻ പോവുകയാണ്. ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പാടിയ ഒരു പ്രത്യേക എനർജിയാണ്. ഈ കുഞ്ഞി പർദീസയിൽ നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഒരു ലൈഫ് മാക്സിമം സന്തോഷിക്കുക. എപ്പോഴും സന്തോഷം മാത്രം വേണമെന്ന് ആഗ്രഹിക്കരുത്, സങ്കടങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ എത്തിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്താണോ ദൈവം തന്നേക്കുന്ന ആ ഒരു ലെവൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയോട് ജീവിച്ചാൽ നമ്മളായിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ സങ്കടങ്ങൾക്ക് കുറച്ചു നേരം ഒരു ബൈ ബൈ പറഞ്ഞിട്ട് കിട്ടുന്ന സന്തോഷം മാക്സിമം സന്തോഷിക്കുക. എന്ന് എപ്പോൾ ഇതുവരെ നാളെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലാത്ത വെറും മനുഷ്യരാണ് നമ്മൾ. ഒരു കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, അയ്യോ ദൈവമേ ഇനി മാസ്ക് വെച്ച് പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥ വന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ കാരണം ഇപ്പോഴും ഉണ്ട് ഡിങ്കാ ഡിങ്കാ എന്നൊക്കെ പറഞ്ഞ പനി ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്, തുള്ളിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമില്ല, എപ്പോഴും അങ്ങനെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ ഇതേപോലെ കിട്ടുന്ന എന്നാലും അത്യാവശ്യം സന്തോഷമുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ഈ പ്രോഗ്രാമിന് വന്നേക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിലും അത്ര വലിയ ദുരിതം ഇല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് അതങ്ങ് എൻജോയ് ചെയ്തിട്ട് പോവുക. നാളെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ ഒരു പ്രത്യേക സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടാവണം. എന്ത് പറ്റി? അല്ല, ഞങ്ങൾ ഇന്നലെ റിമിറ്റോയുടെ പ്രോഗ്രാമിന് പോയി, അതിന്റെ കാണാനുണ്ട് എന്ന് അപ്പുറത്തെ ആള് പറയുന്നത് കേൾക്കണം. അപ്പൊ ഓക്കെ അല്ലേ? പർദീസിലോട്ട് കൊണ്ടോട്ടെ ഞാൻ നിങ്ങൾ? ഇവിടെ ആരാരും എന്ന് പറയുമ്പോ കരയുകില്ല എന്ന് പാടണം. ചിരികൾ ആരാരും എന്ന് പറയുമ്പോ തടയുകില്ല. നോക്കട്ടെ, ഒച്ചയുണ്ടോ നോക്കട്ടെ. പറ്റും? ഇവിടെ ആരാരും. ഇതാകെ പാടുന്നത് പെൺകുട്ടികളുടെ ഒച്ചയാണല്ലോ കൂടുതൽ, ചേച്ചിമാരുടെ. അടിപൊളി കേട്ടോ. ഒന്നും കൂടെ ഉഷാറാക്കി. ഈ സൈഡും കൂടെ. ഈ സൈഡ് എന്ത് പറ്റി? എനിക്കറിയാം, ഇത്രയും നല്ല സാരി കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടില്ല, നോക്കി നിൽക്കുമെന്ന്. അതാണ് പ്രശ്നം. സൗന്ദര്യം കൂടിയതാണോ പ്രശ്നമായി പോയത്? കുറച്ചുകൂടെ വേലി ഉണ്ടാൽ മതി എല്ലാ മക്കളും. അവിടെ സൂപ്പറാ. ഇവിടെ കുറച്ചുകൂടെ ഫുള്ള് മൊബൈൽ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയല്ലേ, അതിനെ എവിടെ ശ്രദ്ധിക്കാൻ? ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നും പുതിയ ജന്മം അല്ലേ? എന്ത് വെല്ലുവിളികളും നമ്മൾ നേരിട്ട് പുതിയ ജന്മം ഇതാണു.
ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ, ചേച്ചിമാര്, ഒരു 40-നും 80-നും ഇടയിൽ പ്രായമുള്ള കൊച്ചുകുട്ടികളെയാണ് എനിക്ക് താല്പര്യം. അവരുണ്ടെങ്കിൽ ഒരു 4 പേർക്ക് സ്റ്റേജ് വരാം, ഒരു കൈ തരാം, കെട്ടിപ്പിടിക്കാം, സെൽഫി എടുക്കാം. 4 പേര് ഓടിവാ. പക്ഷെ ഒത്തിരി ആഗ്രഹിക്കുന്നവരായിരിക്കണം. ബാ ചേച്ചി, ബാ. ആ ചേച്ചിനെ എങ്ങനെയെങ്കിലും എങ്ങനെയാണ് പുറത്തുവിടും. ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു 3 പേര്. അടിപൊളി, സൂപ്പർ. കയറി നിൽക്കുന്നത് ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം വിളിച്ചല്ലോ. ഒന്ന് വാ, നിങ്ങളൊന്ന് വെയിലത്ത് നിൽക്കണമല്ലോ. എങ്ങനെയുണ്ട് എന്റെ സുഖം എന്ന് അറിയണത്? ചേച്ചി എന്നാ ഉണ്ട് അമ്മ? ഒന്ന് ചെറു ഡാൻസ് ഒക്കെ ചെയ്തിട്ട് പോയാൽ മതി. ബാ ബാ ബാ. ആ ഓക്കെ, ഇത്രയും പേര് നേരം നിന്നു. നമ്മൾ ഒന്നിച്ച് ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പോവാ കേട്ടാ. അതൊക്കെ പിന്നെ അത് വെച്ച് ഞാൻ വിളിച്ച് വേറെ കാര്യത്തിലാ. ബാ, നേരം നിൽക്ക്, എല്ലാവരും കാണണം. ഡാൻസ് വേണ്ട, ചുമ്മാ നിന്നാ മതി. നമ്മൾ ഒന്നിച്ച് നിന്നാ മതി. ബാ ബാ ബാ, ഇട്ട് പാട്ടിട്ടു. ഈ കണ്ടോണം കരുനാഗപ്പള്ളി ഇളകാൻ പോകണം ഇവരുടെ ഡാൻസ്. എന്റെ അല്ലേ ഇവരുടെ ഉള്ള കഴിവെല്ലാം പുറത്തിട്ടോണം. ഇനി ഒരു അവസരം ചിലപ്പോൾ നമുക്കൊന്നിച്ച് ഇതുപോലെ കിട്ടിയെന്ന് വരില്ല. കിട്ടിയ അവസരം മുതലാക്കി കണക്കരുതോ.
What you got feelings? What you got feelings? What you got to do? What you got feelings? What you got What you got feeling? What you got feeling? What you got feeling? What you got feeling? What you got What you got feeling? What you got feeling? What you got it's a person like feeling, feeling sure. What you got feeling? What you got feeling? What you got it's a person like feeling, feeling. സൂര്യനും ചന്ദ്രനും ഒന്നായവനെ
ഞങ്ങൾ മാക്സിമം ഒരു അരമണിക്കൂർ തകർത്ത് പാടാൻ പോവാ. അടിപൊളി പാട്ട് മാത്രം. ഓക്കെ ആണോ? ഡാൻസ് ചെയ്യാൻ റെഡിയാണോ? ഓട്ടപ്പഴം പോലൊരു ഓട്ടപ്പഴം പോലൊരു ഓട്ടപ്പഴം പോലൊരു ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തയിൽ വെച്ചപ്പോൾ മികാരി പെണ്ണിനെ കണ്ടേ. ചാലക്കുടി ചന്തയിൽ പോകുമ്പോ പകല് മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടണ കാശിന് മൊത്തം കള്ളു കുടിച്ചിട്ട് നിന്റെ ഭാര്യയും പിള്ളേരെയും കഷ്ടത്തിലാക്കലിന്റെ വേലായിരുന്നു. ചേട്ടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേട്ടനെ മാത്രം ഉദ്ദേശിച്ചല്ല, ഒരു സമൂഹത്തെ ആവാം. പക്ഷെ കുറച്ച് കരള് അല്ലേ, കരള് കാണിക്കാൻ നോക്കിയാൽ മതി. ചെറിയ സന്തോഷം. യൂ ദൈവമേ, ഞാനിത് പറഞ്ഞില്ല. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് മൊത്തം കള്ളു കുടിച്ച് ഇത്രയും നേരം വീഡിയോ എടുത്ത ആളൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ. ഇതൊന്നും എടുക്കണ്ടേ വീഡിയോ? കുറ്റബോധം അല്ലേ? അതൊന്നും വേണ്ട ചേട്ടാ. ഒന്നാമത് ഒരു ലൈഫേ ഉള്ളൂ. സാരമില്ല. അതിനിപ്പോ നമ്മൾ ഈ പാട്ടും പാടി അത് വിഷമിച്ച് നിന്ന് പോയി കിടന്ന് കരയരുത് കേട്ടോ. പകല് മുഴുവൻ കണി എടുത്ത് കിട്ടുന്ന കള്ളു കുടിച്ച് നിന്റെ ഭാര്യ പിള്ളേരെ കഷ്ടത്തിലാക്കലേ. ഫോണിൽ വീഡിയോ എടുക്കുന്ന ചന്ദന കുറിയിട്ട് ചേട്ടാ. നിന്റെ ഭാര്യയും പിള്ളേരെയും കഷ്ടത്തിലാക്കല്ലേ വേലായുധ. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് മോളെ കണ്ടതിലാകല്ലേ. നമ്മൾ ആരെയും കൊല്ലുന്നോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്താൽ ആരെയും അങ്ങനെ വേദനിപ്പിക്കാതിരുന്നാൽ മതി കേട്ടോ. എനിക്ക് ചേട്ടന് വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മുഖം വാടിപ്പോ. ഇത്രയും നേരം 100 വാട്ടത്തിന്റെ ബൾബ് പോലെ ചിരിച്ചോണ്ടിരുന്ന ഒരാള് എവിടെ? ലേഡീസ് മാത്രം, പെൺപിള്ളേർ മാത്രം ഒന്ന് കൈയടിച്ച് വെച്ചോച്ചേ. അതെന്താ ഏട്ടാ, ഇഞ്ചി മിഠായിയാണോ? ഈ എത്ര നാളെ ഇഞ്ചി മിഠായി കണ്ടിട്ട്. പണ്ട് സ്ഥിരം പ്രോഗ്രാമിൽ ഇഞ്ചി മിഠായി എന്ന് പറഞ്ഞ് വരുമായിരുന്നു. താങ്ക് യു ചേട്ടാ. തൊണ്ടയ്ക്കും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. ചേട്ടൻ്റെ ഒരു ബക്കറ്റ് മൊത്തം ഞാനങ്ങ് മേടിച്ചാലോ എന്ന് ആഗ്രഹിക്കാം. എത്ര രൂപ ചേട്ടാ? കാരണം ഇത് കിട്ടാറില്ല ഈ സാധനം പലയിടത്തും. എത്രയാ? അത് ഞാൻ എടുത്തോളാം. ഇഞ്ചി മുട്ടായി മൊത്തം. ചേട്ടൻ കച്ചവടം നിർത്തിക്കൂ. ചേട്ടന്റെ കച്ചവടം കൂട്ടിക്കുമെന്ന് ഞാൻ തന്നേരം കേട്ടാ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു തന്നെ? ലേഡീസ് മാത്രം, പെൺകുട്ടികൾ കൈ എടുത്തേ. ഈ താളത്തില് കൈകൊട്ടു പിന്നെ കൈകൊട്ടു പിന്നെ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു. കല്യാണം
താരിത്തക്കിടി നക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അങ്ങനെ കുത്തുകൾ ഞാനും കണ്ടേ ഞാനും കേട്ടേ എവിടെ തൃശ്ശൂരുകാരിലുണ്ടോ? എല്ലാ ജില്ലക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. പൂരമെണീക്കുന്നു കാണണം കാന്താ, പൂരമെണീക്കുന്നു കാണണം കാന്ത, പൂരമെണീക്കുന്നു കൂടണം കാന്താ, പൂരമെണീക്കുന്നു കൂടണം കാന്ത. ഞാനും വരാം പൂരം കാണാൻ കാന്ത, ഞാനും വരാം പൂരം കാണാൻ, പൂരം കാണാൻ, പൂരം നമുക്ക് പാടിയ ലാലേട്ടൻ വേണ്ടേ? വേണ്ടേ? ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു.
കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.